ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്നും ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. അന്നും ഇന്നും നാം ഓരോരുത്തരെയും സമീപിച്ചിരിക്കുന്ന, നാം ആയിരിക്കുന്ന ദൈവരാജ്യത്തെപ്പറ്റി നമ്മോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന യേശു. ഇവിടെ ഒരല്പം നീരസത്തിലാണ് യേശു. എങ്കിലും അവസാനമായി അന്ന് ആ നഗരത്തിൽ നിന്നും ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും യേശുവിന് പടിയിറങ്ങേണ്ടി വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ ദുഷ്ടചിന്തകളും നമ്മുടെ ദോഷമുള്ള പെരുമാറ്റവും നമ്മുടെ സഹോദരരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളും സംസാരവും നമ്മിൽ നിന്നും പുറപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് ആ നഗരങ്ങളോടാണ് യേശു ഈ തിരുവചനം തൻ്റെ ശിഷ്യരിലൂടെ പറയുവാൻ ആഗ്രഹിച്ചത് എങ്കിൽ ഇന്ന് നാം എന്ന വ്യക്തിയോട് യേശുവിന് ഈ നീരസത്തോടെയുള്ള വാക്കുകൾ നമ്മുടെ കാതുകളിലും പറയേണ്ടി വരുന്ന സന്ദർഭം നാം ഒരുക്കുന്നുണ്ടാകാം. എന്താണ് ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കാതിരിക്കുന്ന നാം ഓരോരുത്തരിൽ നിന്നും സത്യസുവിശേഷം കേൾക്കുവാനും അതിനൊത്ത് പ്രവർത്തിക്കുവാനും സാധിക്കാതെ വരുന്ന നമ്മിൽ നിന്നും നമ്മുടെ നേരെ സാക്ഷ്യത്തിനായി കാലുകളിലെ പൊടി പോലും കുടഞ്ഞു കളയണം എന്ന് തൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുന്ന യേശുവിൻ്റെ ശബ്ദം, ആ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നാം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സത്യം യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ ക്ഷണം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരേ പ്രാധാന്യത്തോടെ യേശു തൻ്റെ പ്രിയ ശിഷ്യരിലൂടെ നമ്മോടും ഇന്ന് നാം ഓരോരുത്തരിലൂടെയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ടാകാം. നമ്മുടെ ജീവിതത്തിലൂടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ദാസ്യ സ്വഭാവമുള്ള സേവന തൽപരരായ നാം ഓരോരുത്തരിൽ നിന്നും ഈ ലോകത്തു നിന്നുള്ള സ്ഥാനവും മാനവും മോഹിക്കാതെ ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വേലക്കാരൻ്റെ ഹൃദയവിചാരങ്ങളോടെ നമ്മെ സ്വീകരിക്കാതെ തിരസ്കരിക്കുന്നവരുടെ ഇടയിലും നിരാശപ്പെടാതെ നമ്മുടെ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാനും ആ ദൗത്യഫലം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എന്ന ഫലം എല്ലാവരിലും എത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.